ഇന്ന് നമ്മൾ പച്ചമാങ്ങ കൊണ്ട് ഒരു വെറൈറ്റി കണ്ടു നോക്കിയാലോ. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ കേട്ടോ. മറ്റൊന്നല്ല, നമ്മൾ തുറമാങ്ങയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ മാങ്ങ സീസൺ അല്ലേ, അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് മാങ്ങ കിട്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളിതുപോലെ മാങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു ചെരുവത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മാങ്ങ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പിലേക്ക് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. വെന്തു പോകരുത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഒന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് എല്ലാം ഒന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിവിടെ ഇരുന്നൊന്ന് തണിയട്ടെ. ഈ സമയം നമുക്കിതിലേക്കൊരു മസാല റെഡിയാക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെ കണ്ടു നോക്കിയാലോ. കുരുമുളക്, പട്ട, ഗ്രാമ്പു, ചെറിയ ജീരകം, വലിയ ജീരകം, കടുക്, ഉലുവ, ഇത് എല്ലാം തനിച്ചൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ എല്ലാം ഒന്ന് തനിച്ച് വറുത്ത് മാറ്റിയെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് മുളക് പൊടി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ വറുത്ത് കോരിയ സ്പൈസസ് എല്ലാം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മളുടെ പൊടിയൊക്കെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മളുടെ റോസ്റ്റ് ചെയ്ത് വെച്ച മുളക് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് എല്ലാം ഒന്ന് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. മസാല കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ നമ്മുടെ മാങ്ങയൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ രണ്ട് സൈഡായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റട്ടെ. എല്ലാം നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു മാങ്ങ രണ്ട് സൈഡായിട്ട് നന്നായിട്ട് ഉപ്പ് തേച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ഉപ്പ് തേച്ച് മാറ്റി വയ്ക്കാം. നമ്മളെല്ലാം ഉപ്പ് തേച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ മാങ്ങയിലും ഉപ്പ് ഇതുപോലെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 ദിവസമായിട്ട് ഇതൊന്ന് ഉണക്കി വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു മാങ്ങക്കാലല്ലേ, അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലതുപോലെ മാങ്ങ ഉണക്കുന്നുണ്ട്. നമുക്ക് ഉണക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ച മസാലയ്ക്ക് നമുക്ക് ആവശ്യത്തിനെടുത്ത് നമ്മളിതാ വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമ്മുടെ ഈ ഒരു മാങ്ങയിലേക്ക് 2 വശത്തായിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ എല്ലാം ഇതുപോലെ ഒന്ന് മസാല തേച്ച് റെഡിയാക്കി വെക്കട്ടെ. A few moments later. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ എല്ലാ മസാലകളും എല്ലാ മാങ്ങയിലും ഇതുപോലെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു ദിവസം ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിലൊഴിക്കാം. ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ നേരെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. നെക്സ്റ്റ് വീഡിയോ കാണാം.